ഇന്ത്യൻ വാഹന വിപണിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഒരു അമേരിക്കൻ ബ്രാൻഡിനെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, ഓഫ് റോഡ് വാഹനങ്ങളുടെ രാജാവായ ജീപ്പ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വാഹന പ്രേമികൾക്കിടയിൽ ഒരു ആശങ്കയുണ്ട്. ജീപ്പ് ഇന്ത്യ വിട്ടുപോകുമോ? വിൽപ്പനയിലെ കുറവും പുതിയ മോഡലുകളുടെ അഭാവവും ഈ സംശയത്തിന് ആക്കുപൂട്ടി എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി ജീപ്പ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫോർഡ് ഇന്ത്യ വിട്ടുപോയതിനു പിന്നാലെ പല വിദേശ ബ്രാൻഡുകളെ കുറിച്ചും ഇത്തരം സംശയങ്ങൾ ഉയർന്നിരുന്നു. ജീപ്പിന്റെ കാര്യമെടുത്താൽ കോമ്പസ്, മെറിഡിയൻ തുടങ്ങിയ മോഡലുകളുടെ വിൽപ്പനയിൽ ഇടിവ് സംഭവിച്ചു. എതിരാളികളായ മഹീന്ദ്രയും ടാറ്റയും പുതിയ മോഡലുകളുമായി വിപണി പിടിച്ചടക്കുമ്പോൾ ജീപ്പിന്റെ ഷോറൂമുകൾ പലയിടത്തും നിശബ്ദമായിരുന്നു. കൂടാതെ സ്റ്റെല്ലാൻഡിസ് എന്ന മാതൃ കമ്പനിയുടെ ആഗോള തലത്തിലുള്ള പുനർക്രമീകരണങ്ങളും ഈ ആശങ്ക വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ജീപ്പ് തങ്ങളുടെ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചത്. ജീപ്പ് ഇന്ത്യക്കായി പ്രഖ്യാപിച്ച പുതിയ തന്ത്രമാണ് ജീപ്പ് 2.0. ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് ഇന്ത്യയെ തങ്ങളുടെ ഏഷ്യ പസഫിക് മേഖലയിലെ പ്രധാന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഉറച്ച തീരുമാനമാണ്. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും പ്രാദേശികമായി നിർമ്മാണം വർദ്ധിപ്പിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ വെറും ഒരു വിപണിയായി മാത്രമല്ല, ആഗോള തലത്തിൽ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ഹബ്ബായി കൂടി ജീപ്പ് കണക്കാക്കുന്നുണ്ട്. ജീപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ ഉയർന്ന വിലയാണ്. ഇതിന് പരിഹാരമായി ലോക്കലൈസേഷൻ വർദ്ധിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചതായും വാർത്തകളുണ്ട്. നിലവിൽ 65 മുതൽ 70% ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജീപ്പ് വരും വർഷങ്ങളിൽ ഇത് 90% ഉയർത്തും. ഇത്രയധികം പ്രാദേശികവൽക്കരണം നടത്തുന്നതോടെ വാഹനങ്ങളുടെ നിർമ്മാണ ചെലവ് കുറയുകയും ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ വിലയിൽ ജീപ്പ് വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് മറ്റ് പ്രീമിയം SUV-കളോട് മത്സരിക്കാൻ ജീപ്പിനെ സഹായിക്കും. വാഹനപ്രേമികൾ കാത്തിരിക്കുന്നത് പുതിയ മോഡലുകൾക്കാണ്. 2027 മുതൽ ഇന്ത്യക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പുതിയ നിര വാഹനങ്ങൾ എത്തുമെന്ന് ജീപ്പ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതുവരെ നിലവിലുള്ള മോഡലുകളായ കോമ്പസ്, മെറിഡിയൻ എന്നിവയുടെ സ്പെഷ്യൽ എഡിഷനുകളും അപ്ഡേറ്റുകളും വിപണിയിൽ തുടരും. നിലവിൽ പൂനെയിലെ രഞ്ജൻകാവിലുള്ള പ്ലാന്റിൽ നിന്നാണ് ഇന്ത്യയിലേക്കും ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ജീപ്പ് വാഹനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. ഭാവിയിൽ ഇത് ആഫ്രിക്കൻ, അമേരിക്കൻ വിപണികളിലേക്കും വ്യാപിപ്പിക്കും. വാഹനങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് അതിന്റെ സർവീസും. ഇതിനായി കോൺഫിഡൻസ് 7 എന്ന പുതിയ പ്രോഗ്രാം ജീപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ബൈബാക്ക് ഗ്യാരണ്ടി, കുറഞ്ഞ ചിലവിലുള്ള മെയിന്റനൻസ് പാക്കേജുകൾ, കൂടുതൽ കാലയളവിലേക്കുള്ള വാറന്റി എന്നിവ ഇതിൽ ഉൾപ്പെടുത്തുന്നു. നിലവിൽ ഇന്ത്യയിലെ 70 നഗരങ്ങളിലായി 85-ൽ പരം സർവീസ് സെന്ററുകളുണ്ട്. ഇത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. ഉപഭോക്താക്കൾക്ക് ബ്രാൻഡിലുള്ള വിശ്വാസം തിരികെ പിടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ ജീപ്പ് ഇന്ത്യ വിട്ടു പോകില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനാണ് ഒരുങ്ങുന്നത്. കഠിനമായ മത്സരമുള്ള ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നേറാം എന്നതിന് വ്യക്തമായ റോഡ് മാപ്പ് ജീപ്പിന്റെ പക്കലുണ്ട്. ഓഫ് റോഡിനെ പ്രണയിക്കുന്നവർക്കും ജീപ്പ് എന്ന ലേബൽ ഇഷ്ടമുള്ളവർക്കും ഈ വാർത്ത ഒരു ആശ്വാസമാണ്. എന്തായാലും ജീപ്പിന്റെ ആ രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് വാഹനം.